അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിക്കുകയും വ്യവസ്ഥ നിശ്ചയിക്കുകയും നിനക്ക് വ്യത്യസ്ത കളർ നൽകുകയും. അല്ലാഹു പറയുന്നതല്ലോ ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അതാ പറഞ്ഞു ബഷീറിന് വെളുത്ത നിറം, അതുപോലെ സുബൈറിന് ഇളം കറുപ്പ് നിറം, വ്യത്യസ്ത നിറങ്ങളൊക്കെ കൊടുത്ത് പടച്ചോന. അതുകൊണ്ട് കറുത്തവനെ എന്ന് ജീവിതത്തിൽ നിങ്ങൾ വിളിക്കരുത്, അള്ളയാണ് അവനാ ഡിസൈൻ ചെയ്തത്. അപാരമായ തത്വം. വിശുദ്ധ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ വെക്കുന്ന വേറൊരു കാര്യം എന്താണ്? ബിലാൽ കറുത്താളായിരുന്നു, ഈ കേബിന് പോലെ കാക്കക്കറുപ്പുള്ള ബിലാൽ. അതേ, അടിമച്ചന്തയിൽ പോത്തും കാളയും നിൽക്കുന്ന ഒരു ചന്ത നിങ്ങൾ സങ്കല്പിച്ചേ. എരുമയും പോത്തും നിൽക്കുന്ന ഒരു ചന്ത. അതുപോലെ അടിമച്ചന്തയിൽ കറുത്ത് ഹൈറ്റ് കുറഞ്ഞ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആർക്കും വേണ്ടാത്ത സ്വരമാതിരി കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ കയറിയ ബിലാലിനെ ഏറ്റെടുത്ത് ലോകത്തിന്റെ മുത്താക്കി സ്വർഗത്തിൽ നിന്റെ കാലടി ശബ്ദം കേട്ടു ബിലാൽ എന്ന് പറയാൻ മാത്രം ബിലാലിനെ വളർത്തിയ ആ മാനുഷികത്തിന്റെ പ്രവാചകൻ, വിശ്വാചാര്യൻ, ഏതസ്മിന്നന്തരേം ലേച്ഛാചാര്യണ സമുന്നിധ മഹാമത് ഇദിക്കാത ശിശശകാസമുന്നിധം എന്ന് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ ആ റസൂൽ ബിലാലും അതുപോലെ അബൂദർ ഗിഫാരിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി, തർക്കമുണ്ടായി. ആ തർക്കത്തിനിടയിൽ ബിലാലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി കറുത്തവരുടെ മകനെ എന്ന് ബിലാലിന്റെ മുഖത്ത് നോക്കി അബൂദർ ഗിഫാരി എന്ന വെളുത്ത വർഗ്ഗക്കാരൻ വിളിച്ചപ്പോ ബിലാൽ ഒരു തിരുദൂതരുടെ സന്നിധിയിൽ വന്നൊരു പരാതി പറഞ്ഞു. അതെ, കറുത്തവരുടെ മകനെ എന്ന് എന്നെ അബൂദർ ഗിഫാരി വിളിച്ചിരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരിയെ സമീപത്തേക്ക് ചേർത്തി എന്ന് ചോദിച്ചു. അബൂദർ, നീ ഇങ്ങനെ വിളിച്ചുവോ? ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് നീ വിളിച്ചുവോ? അതേ തിരുദൂതരെ, വൈകാരികതയുടെ മുഹൂർത്തത്തിൽ എന്റെ മാവിൽ നിന്നങ്ങ് വീണുപോയി. തിരുദൂതരുടെ വാക്കെന്തറിയോ? താങ്കളിൽ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല, താങ്കളിൽ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല. അജ്ഞാന കാലഘട്ടത്തിന്റെ അന്ധകാരങ്ങൾ ഹൃദയത്തിന്റെ തന്തുക്കളിൽ അവശേഷിക്കുന്നു അബൂദർ എന്ന് ലോകത്തെ പഠിപ്പിച്ച. അതിന്റെ അർത്ഥം എന്താ അറിയങ്ങള്? ഒരാള് സമ്പൂർണ്ണ മുസ്ലിമായ പിന്നോന്റെ മനസ്സിൽ ജാതി ചിന്ത 7 അയലത്ത് പോലും പോവില്ല. ഒരുത്തന്റെ നിറത്തെക്കുറിച്ചുള്ള ചിന്ത അവന്റെ 7 അയലത്ത് പോലും പോവില്ല.